ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് ആദ്യം തന്നെ കുറച്ച് നേരം ഞാനൊരു ഫോണൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന്. അപ്പം ഞാൻ നേരെ പോയിട്ട് വീഡിയോ എടുക്കാനായിട്ട് റെഡിയായി. അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് ആദ്യം എണീറ്റുടനെ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ ആ സമയം ഒരു 8-9 മണിയെങ്ങാണ്ടായി കാണും. താഴോട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ ഉണ്ട് കടലും അവിടെ കിടക്കുന്നു. കടലും എന്നെയും കാത്ത് കിടക്കുമായിരുന്നു. പിന്നെ അവനെ കുറച്ച് നേരം ഒന്ന് സ്നേഹപ്രകടനമൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ നേരെ താഴോട്ട് പോകാമെന്ന് കരുതി. ഇപ്പം ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഇങ്ങനെ നടക്കും. അതുകൊണ്ട് എനിക്ക് എപ്പോഴും കൂട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി താഴോട്ട് പോകാൻ പോകുക. പക്ഷേ അവൻ നടക്കാൻ സമ്മതിക്കത്തില്ല. അതാണ് അവൻ്റെ മെയിൻ പ്രശ്നം. അവൻ ക്രോസ് ആയിട്ട് കയറി നിൽക്കുക. അപ്പം ഞാൻ മറിഞ്ഞു വീഴാൻ പോകും. അപ്പോൾ പിന്നെ എടുത്ത് നേരെ വയ്ക്കും. പിന്നെ അവൻ അങ്ങനെ തന്നെ വരും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ നടന്ന് ഞാനും എൻ്റെ കടലും താഴെ എത്തിയിട്ടുണ്ട്. അങ്ങനെ താഴെ എത്തിയ ഉടനെ ഞാൻ ചായ അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഒന്നും കൂടി ഞാൻ എൻ്റെ കപ്പിൽ ഒഴിച്ചെടുത്തതാണ് പതഞ്ഞ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഞാൻ നേരെ പോയത് പുറത്ത് പോയിട്ട് അവിടെ മഴ പെയ്തിരിക്കുന്നുണ്ട്. ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ക്ലാസ്സുള്ള സമയത്ത് എനിക്ക് ഇറങ്ങി കാണാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞാൻ നേരെ പോയി മുറ്റത്തിറങ്ങിയിട്ട് ഇവരെയൊക്കെ കാണാമെന്ന് കരുതി. അങ്ങനെ ചെന്ന് നോക്കിയപ്പം റോസയിലൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ട്. ഇങ്ങനെ വെള്ളം നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് പറയണേ. അപ്പം ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പോയി. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ മുട്ടിനകത്ത് ഫുള്ള് വെള്ളം. അങ്ങനെ ഞാൻ അതിനെ നല്ലപോലെ എടുത്തു വെച്ച് ആ മുട്ടി ചീത്തയായി പോകുമായിരിക്കും ചിലപ്പം വെള്ളം ഇങ്ങനെ കയറി നിൽക്കുന്നവർ. പിന്നെ ഞാൻ തട്ടിയൊന്നും കളഞ്ഞില്ല. അവരുടെ ഇഷ്ടമല്ലേ, അവരവിടെ നിന്നോട്ടെ എന്ന് കരുതി. അങ്ങനെ പിന്നെ ഞാൻ നേരെ കുറേ പൂവിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെച്ച്. അപ്പം അതിനായിരുന്നു എൻ്റെ ആദ്യത്തെ പണി രാവിലത്തെ. അത് കഴിഞ്ഞ് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ മുട്ടയും പഴവും പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് ഞാൻ കഴിച്ച്. ഉണ്ണിയുണ്ട്, ഞാൻ കഴിച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടി പുറത്ത് പോയി. പുറത്ത് പോയത് എവിടെയാണെന്നറിയാതെ പോവുക. ലാസ്റ്റ് ഞങ്ങൾ സ്ഥിരം സ്ഥലത്ത് തന്നെ പോയി, ലുലുവിൽ. ഞങ്ങൾ പൊന്മുടി പോകാനായിട്ടിരുന്നത്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പോകണ്ട എന്ന് തോന്നി. കാരണം എപ്പം ഞാൻ പൊന്മുടി പോകാൻ പ്ലാൻ ഇട്ടാലും ആ പ്ലാൻ്റെ രാവിലെ ഞാൻ എണീറ്റ് പറയും എനിക്കൊന്നും പോകണ്ടെന്ന് പറയും ആ സ്ഥലത്ത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ തണുപ്പ് കൂടുതലായതുകൊണ്ടായിരിക്കും. എനിക്ക് തണുപ്പ് അങ്ങനെ പറ്റാറില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അവിടെ തമ്മിൽ ഞാൻ വിറയ്ക്കാൻ തുടങ്ങും. എന്തെങ്കിലും ഒരു ദിവസം ഞാൻ പോവും. അങ്ങനെ ഇന്നലെ മനസ്സിലൊക്കെ ഉറപ്പിച്ച് നിന്നപ്പോഴാണ് രാവിലെ എണീച്ചപ്പം നല്ല സൂപ്പർ മഴ. അപ്പം പ്രകൃതി എന്നെ വിചാരിച്ച് നീ വരണ്ട എന്ന് കരുതി. അപ്പം ഞാൻ പിന്നെ പോയില്ല. പിന്നെ ഞാൻ നേരെ ഇവിടെ പോയി. ഇവിടെ ആകുമ്പോൾ മഴയും വെയിലും ഒന്നും അകത്തേക്കൂലല്ലോ. ഇവിടെ ഇങ്ങനെ കുറേ നേരം കറങ്ങിയൊക്കെ നടന്നു. അവിടെയും ബോറടിച്ചപ്പോൾ ഞാൻ ഉണ്ണിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പുറത്ത് വന്നപ്പോഴത്തേക്ക് കരിക്കിരിക്കുന്നുണ്ട്. കാരണം ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. ആ മഴ പെയ്തിട്ടടിക്കുന്ന വെയിലിന് ഒരു ഒടുക്കത്ത് ചൂടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ കരിക്ക് മേടിച്ചപ്പം ഈ 2 കരിക്ക് മേടിച്ച് അപ്പോഴത്തേക്ക് നല്ല സൂപ്പർ വെള്ളമായിരുന്നു. കരിക്ക് കുറച്ച് കട്ടിയായിരുന്നു, പക്ഷേ വെള്ളം നല്ല ടേസ്റ്റായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് കരുതി. ഞങ്ങൾ പുറത്തുനിന്നുള്ള ഫുഡ് കഴിപ്പോൾ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി തന്നെ കഴിക്കാമെന്ന് കരുതി. അങ്ങനെ വീട്ടിലൊന്ന് ഫുഡൊക്കെ എടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന്. ഞാൻ പിന്നെ ഓക്കെ ആണല്ലോ സിനിമയ്ക്ക് പോകുന്ന കാര്യത്തിൽ. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ രണ്ടും കൂടി സിനിമ കാണാനായിട്ട് ഇറങ്ങി. അങ്ങനെ സ്ഥലം പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. കലാഭവൻ എന്ന് പറയുന്ന തിയേറ്ററിലാണ് പോയത്. അപ്പം അവിടെ പോയിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. തലവൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു. ആസിഫ് അലിയുടെയും ബിജു മേനോൻ്റെയും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളി സിനിമയായിരുന്നു. ഒരു ഒഴുക്കിലതങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. ഒരു ത്രില്ലറൊക്കെയാണ്. അപ്പം ഞാൻ അത് ഇപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പം അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് തന്നെ നമ്മളൊരു കോഫി മേടിച്ച്. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ കോഫി കുടിച്ചിരുന്നപ്പോൾ പിന്നെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് പോപ്കോൺ മേടിച്ച്. പോപ്കോൺ കൊള്ളത്തില്ലായിരുന്നു, കോഫി അടിപൊളിയായിരുന്നു. പോപ്കോണിന് എന്തോ ഒരു കയ്പുണ്ടായിരുന്നു. അങ്ങനെ സിനിമയെ കണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി